സഹായിക്കണമെന്നും കൂടിയാണ് പറഞ്ഞു തരുന്നത്. ഭാര്യയുടെ പ്രഥമ ദൗത്യം സഹായിയാകുക എന്നുള്ളതാണ്. ഏതൊക്കെ? ഒന്ന്, വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ആ നിമിഷം അവൾ തീരുമാനിക്കണം, ഇതാണ് ഇനി എൻ്റെ വീടെന്ന്. അതായത് ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ വീടെന്ന് തീരുമാനിക്കണം. പൊതുവെ സ്ത്രീകൾക്ക് പറ്റില്ല. കാരണം അവർ ജനിച്ച് പഠിച്ച് വളർന്നത് സ്വന്തം വീടാണ്. ഭർത്താവിൻ്റെ വീട്ടിലെത്തിയാലും അവൾക്ക് സ്വന്തം വീടായിട്ട് തോന്നൂല. അവൾക്ക് തോന്നുന്നത് ഞാൻ ജനിച്ച വീടാണ് സ്വന്തം വീട്. പക്ഷെ ഇത് ഭയങ്കര അപകടമാണ്. അത് പാടില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടേതല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം ഉണ്ടാവുമോ? ഒന്ന് പറ, ഉന്മേഷം ഉണ്ടാവുമോ? അപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങൾ എത്തിയിട്ട് ഇത് നിങ്ങളുടെ വീടല്ല എന്ന് തോന്നിയാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്മേഷം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പലർക്കും ജീവിതത്തിൽ ഉന്മേഷം ഇല്ലാത്ത? കെട്ടി വന്ന വീട് എൻ്റെ വീടാണെന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല, ഇത്ര വർഷമായിട്ടും തോന്നിയിട്ടില്ല. രണ്ട്, രഹസ്യങ്ങൾ പുറത്തു പറയും. അതായത് കെട്ടിവന്ന വീട് എൻ്റെ വീടാണെന്ന് തോന്നിയില്ലെങ്കിൽ കെട്ടിവന്ന വീട്ടിലുള്ളവരുടെ കുറ്റം മറ്റുള്ളവരോട് പറയും. കാര്യം എൻ്റെ വീടില്ലല്ലോ, എൻ്റെ ആരുമില്ലല്ലോ, അവരോട് കുറ്റം പറയുന്നതിന് എന്നെ കുഴപ്പം? നിങ്ങൾ ആദ്യം കാണിക്കുന്ന ഭൂലോക മണ്ടത്തരാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ ഭർത്താവിൻ്റെയോ ചെറുതും വലുതുമായ കുറ്റങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ എഴുന്നള്ളിക്കുന്നത്. നിങ്ങളത് മറക്കും, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കും, പക്ഷെ അവർക്ക് മരണം വരെ അത് മറക്കാൻ പറ്റില്ല. നിങ്ങളുടെ അപ്പന് അമ്മയ്ക്ക് സഹോദരന് അവരാ കണ്ണോടെ ഭർത്താവിനെ കാണും. ഭർത്താവിനുള്ള ബഹുമാനം ആ വീട്ടിൽ അതോടെ തീരും. അതുകൊണ്ട് അതൊരു വലിയ അപകടമാണ്. ഭർത്താവിൻ്റെ വീട് എൻ്റെ വീടെന്ന് തോന്നിയില്ലെങ്കിൽ അവരുടെ രഹസ്യം പുറത്തു വരും. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. നീതു ഇയാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തീരുമാനിക്കണം, ഇതാണ് ഇനി എൻ്റെ വീട്. അതെല്ലാ നീതിമാരോടും പറയാണ്. മരിക്കുന്നത് വരെ നിങ്ങളുടെ വീട് ഇനി ഭർത്താവിൻ്റെ വീടാണ്. ഭർത്താവിൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ തന്നെ. നിങ്ങളും ഭർത്താവ് മാറി തങ്ങുകയാണെങ്കിൽ പോലും, ഐ റിപ്പീറ്റ്, മാറി തങ്ങുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും നിങ്ങളതും ആണ്. സപ്തപതിയിൽ 4ാമത്തെ പോയിൻ്റായിട്ട് മനസ്സിൽ കണ്ടേക്കുക. എന്നും നിങ്ങൾക്ക് തന്നെ യു ഫീൽ കംഫർട്ട്, യു ഫീൽ ജോയ്, യു ഫീൽ ഹാപ്പി. നിങ്ങളുടെ നന്മക്കാണ് ഈ പറയുന്നത്. ആ ഒരു മാനസിക ചേഞ്ച്, ശരീരം കൊണ്ട് ആ വീട്ടിൽ നിന്ന് മാറി ഈ വീട്ടിൽ വന്നാൽ പോരാ, മനസ്സുകൊണ്ടും കൂടെ മാറാൻ പഠിക്കണം. വികാരം കൊണ്ട് വൈകാരികമായും മാറണം. ആ ഒരു പറിച്ചു നടല് എല്ലാ അർത്ഥത്തിലും വരണം, ശരീരം കൊണ്ട് മാത്രമല്ല. എല്ലാ അർത്ഥത്തിലും അങ്ങനെ പറിച്ചു നട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും. അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്.